അപസ്മാരം പിടിച്ച ഒരു സ്ത്രീ വന്ന് നബിനോട് പറയാണ്, നബിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അപസ്മാരം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാന്റെ റസൂൽ ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ, ഈ അപസ്മാരം പ്രാർത്ഥിച്ചിട്ട് മാറുകയാണോ വേണ്ടത്, അത് സഹിച്ച് സ്വർഗം കിട്ടുകയാണോ വേണ്ടത്? ഓപ്ഷനെ കൊടുത്തിട്ട് ആ സ്ത്രീ തിരഞ്ഞെടുത്തത് എന്താണ്? സ്വർഗ്ഗമാണ് തിരഞ്ഞെടുത്തത്. ഇത് സഹിച്ചങ്ങനെ ജീവിച്ചാൽ സ്വർഗം കിട്ടുന്ന ആ സ്ത്രീ തിരഞ്ഞെടുത്തത്. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപസ്മാരം ഉണ്ടാവും, എൻ്റെ ഹിജാബ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞത്. ആ അപസ്മാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. സഹോദരങ്ങളെ, എന്താണ്? സ്വർഗമാണ് അപസ്മാരത്തിന്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണത്. അത് വല്ലാത്തൊരു തിരിച്ചറിവാണ് അല്ലേ? നാളെ സ്വർഗത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന രണ്ടാളുകൾ ആരാണ് അറിയുന്നത്? ഒന്ന് ഷഹീദാണ്, മറ്റേതോ ക്ഷമയിൽ പരീക്ഷണങ്ങളിൽ തീച്ചൂളകളിൽ ക്ഷമിച്ച ആളുകൾ. അവർക്ക് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും അല്ലേ? ക്ഷമക്കുള്ള പ്രതിഫലം ബിഗൈരി ഹിസാബാണ്, കണക്കില്ല. ബാക്കി കണക്കുണ്ട്, 1, 10, 70, 700 അത്രേ ഉള്ളൂ. അങ്ങനെ കണക്കുണ്ട് എല്ലാത്തിനും. പക്ഷെ കണക്ക് നോക്കാതെ പ്രതിഫലം നൽകും. പ്രതിസന്ധികളിൽ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു കണക്ക് നോക്കാതെ ഈ രണ്ടാളുകൾ നാളെ സ്വർഗം കിട്ടുമ്പം നെഗോഷിയേറ്റ് ചെയ്യുന്നതാണ്. ഷഹീദ് പറയും, ഞാൻ ഒന്നുകൂടി ദുനിയാവിലേക്ക് പോയിട്ട് ഒന്നുകൂടി ഷഹീദായിട്ട് വരാമെന്ന് പറയും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പറയോ സ്വർഗത്തെ താക്കോലും വാങ്ങി മണ്ടൂല നമ്മള് സ്വർഗത്തേക്ക്? ആരാ പിന്നെ അവിടെ നെഗോഷിയേഷൻ നിൽക്കുക, വർത്താനത്തിരിക്കുക? ക്ഷമയിൽ ആ ദുനിയാവിലെ കടുത്ത പരീക്ഷണങ്ങളിൽ കടന്നു പോയിട്ട് ഒരാൾ സ്വർഗം കിട്ടുമ്പോൾ അയാൾ പടച്ചവനോട് പറയും, ഒന്നുകൂടി ഞാൻ ദുനിയാവിലേക്ക് പോയിട്ട് കുറച്ചുകൂടി ഇടങ്ങേറ് കൊണ്ടാ ഞാൻ ഒന്നുകൂടി വരാം. എന്ത് ഈ പ്രതിഫലത്തിന്റെ വലിപ്പം കണ്ടിട്ട് ഇതൊക്കെ എന്താ നമുക്ക് നൽകുന്ന മെസ്സേജ്? ഇതൊന്നും നഷ്ടമല്ല എന്നാണ്. അങ്ങനത്തെ ഒരു